എന്താണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ യഥാർത്ഥ ചിത്രം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. കഴിഞ്ഞ 8 വർഷമായി നമ്മുടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം കൊറോണ സമയത്ത് എല്ലാ വീടുകളിലേക്കും ഗ്രാമാന്തരങ്ങളിലുള്ള മുഴുവൻ വീടുകളിലേക്കും ഗ്രോസറികൾ, അവശ്യ വസ്തുക്കൾ ഒക്കെ നേരിട്ട് എത്തിച്ചു നൽകിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു പേരെടുത്ത ഒരു സ്ഥാപനമാണ് ഹൈറിച്ച്. നമ്മുടെ നാട്ടിലുള്ള ഒരുവിധം എല്ലാ ആൾക്കാരിലേക്കും ഈ ഹൈറിച്ച് എന്ന് പറയുന്ന ഈ പേര് എത്തിപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സാധാരണക്കാരായ ജനങ്ങൾ ഇതിൽ അംഗങ്ങളായിട്ടുമുണ്ട്. വെറും 850 രൂപ നൽകിക്കൊണ്ട് ഒരു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ID ക്രിയേറ്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഹൈറിച്ചിൽ നിന്ന് അവർക്കാവശ്യമായ എല്ലാ തരത്തിലുള്ള സാധന സാമഗ്രികളും അവശ്യ വസ്തുക്കളും പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവരാദ്യം ചെയ്തിരുന്നത് അതാത് നാട്ടുകളിലെ ചെറിയ സൂപ്പർ മാർക്കറ്റുകളും സ്ഥാപനങ്ങളുമൊക്കെയായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ആ നാട്ടിൽ ആവശ്യമായ സാധന സാമഗ്രികൾ ജനങ്ങളിലേക്ക് എത്തിച്ചു നൽകുക എന്നുള്ള ഒരു പ്രവർത്തനമായിരുന്നു. അതുകൊണ്ട് തന്നെ വെറും 850 രൂപ കൊടുത്തുകൊണ്ട് നമുക്ക് നേരിട്ട് സാധനം വാങ്ങാം. 850 രൂപ വിലയുള്ള സാധനം വാങ്ങുന്ന സമയത്ത് നമ്മളുടെ IDയിൽ ആദ്യം തന്നെ ഒരു 150 രൂപ നമുക്ക് തിരിച്ചു തരും. അത് ഹൈറിച്ച് സ്ഥാപനത്തിൻ്റെ ലാഭത്തിൻ്റെ ഒരു വിഹിതം എന്നുള്ള രീതിയിൽ നമുക്ക് ആ തുക നമുക്ക് തിരിച്ചു തരികയാണ്. കൊറോണ സമയത്ത് നമുക്ക് വീടുകളിൽ സാധനങ്ങൾ എത്താത്ത സമയത്ത് പോലും കൃത്യമായി ഈ ID ഉള്ള ആൾക്കാർ അവർക്ക് ഒരു ID കൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ട് വീടുകളിലെത്തി കൃത്യമായിട്ട് ഈ സാധനങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഒരുപാട് IDകൾ ക്രിയേറ്റ് ചെയ്തത്. ഇന്ന് കമ്പനിയുടെ കീഴിൽ ഏകദേശം 1,80,00,000 IDകൾ ഉണ്ട് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ 1,80,00,000 കസ്റ്റമറുള്ള ഒരു സ്ഥാപനമാണ് ഹൈറിച്ച്. സാധാരണഗതിയിൽ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ എല്ലാ സാധ്യതകളെയും അതുപോലെ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൻ്റെ എല്ലാ സാധ്യതകളെയും ഉപയോഗിച്ചുകൊണ്ടാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന ഈ സ്ഥാപനം ആദ്യഘട്ടത്തിൽ കൃത്യമായി പ്രവർത്തിച്ചത്. എല്ലാ വ്യക്തികളിലേക്കും എത്തുന്നു, ID ക്രിയേറ്റ് ചെയ്യുന്നു, അതിൻ്റെ കീഴിൽ വീണ്ടും IDകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ബൈനറി സിസ്റ്റത്തിൽ താഴെ വരുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ രീതിയിലുള്ള താഴെ ലെഗ് വരുന്നു, അതിന് താഴെ വരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് മുകളിലുള്ളവർ ലീഡറായി മാറുന്നു. ഇത്തരത്തിലുള്ള മുഴുവൻ സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് അവശ്യ സാധനങ്ങൾ, അതും വലിയ വിലകളൊന്നുമില്ലാതെ സാധാരണ രീതിയിലുള്ള വിലയിൽ തന്നെ അവശ്യ വസ്തുക്കളും അതുപോലെ വീട്ടുപകരണങ്ങളും ഹോം നീഡ് ഉൽപ്പന്നങ്ങളും എല്ലാ സാധനങ്ങളും എത്തിച്ചുകൊണ്ടാണ് ഈ ഹൈറിച്ച് എന്ന സ്ഥാപനം ആദ്യം നിലവിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണക്കാരിലേക്ക് പെട്ടെന്ന് ഈ സ്ഥാപനത്തിന് എത്തിപ്പെടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഒരു വീട്ടിൽ ഒരു ID എടുത്തു കഴിഞ്ഞാൽ അവർ തൊട്ടടുത്ത വീട്ടിലെ ആൾക്കാരെ ID ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു റെഫറൽ ഇൻകം, അതുപോലെ അവർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ പർച്ചേസിൽ നിന്നുള്ള പ്രോഫിറ്റിൻ്റെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ്, അതായത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്താണോ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ എല്ലാ സാധ്യതകളും അവർ കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ട്. മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു കാലഘട്ടം കഴിയുന്ന സമയത്ത് സംഭവിക്കാവുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഹൈറിച്ചിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഹൈറിച്ചിന് കഴിഞ്ഞ ആഴ്ച GST വകുപ്പിൽ നിന്ന് കേരളത്തിലെ ഏറ്റവും വലിയ നികുതി വെട്ടിപ്പ് എന്നുള്ള രീതിയിൽ കണ്ടെത്തി 136 കോടി രൂപയുടെ GST വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ഹൈറിച്ച് എന്നാണ് GST വകുപ്പ് പറയുന്നത്. അതിൽ പെട്ടെന്ന് തന്നെ 50 കോടി രൂപ അവർ GST കൊണ്ടേ അടച്ചിട്ടുമുണ്ട്. ഹൈറിച്ചിൻ്റെ MD അറസ്റ്റ് ചെയ്യപ്പെടുകയും റിമാൻഡിലാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സാധാരണഗതിയിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, അത് മൾട്ടി ലെവൽ ക്രൗഡ് ഫണ്ടിങ്ങിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഹൈറിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹൈറിച്ചിൻ്റെ ആദ്യകാലത്ത് ഈ പറഞ്ഞ 850 രൂപയുടെ ഒരു ID ക്രിയേറ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, നമുക്ക് വീടുകളിൽ എത്തിച്ചു നൽകുന്നു. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കളക്ഷൻ പോയിന്റിൽ പോയി നമുക്കത് വാങ്ങാൻ കഴിയുന്നു.
ഇങ്ങനെയൊക്കെയായിരുന്നു ഹൈറിച്ചിൻ്റെ ആദ്യ കാലഘട്ടത്തിലെ പ്രവർത്തനം. എന്നാൽ അതിനുശേഷം അവർ പുതിയ 1-2 പ്രൊഡക്റ്റുകൾ, അതായത് ഹൈറിച്ചിൻ്റെ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള 1-2 പ്രൊഡക്റ്റുകൾ അവർ പുറത്തിറക്കുകയാണ്. അതായത് ഹൈറിച്ച് OTT പ്ലാറ്റ്ഫോം. ഒരുപാട് OTT പ്ലാറ്റ്ഫോമുകൾ നമുക്കിപ്പോൾ അറിയാവുന്നതാണ്. അപ്പോൾ നല്ലൊരു കാൽവയ്പ് എന്നുള്ള രീതിയിൽ ഹൈറിച്ച് OTT പ്ലാറ്റ്ഫോമിലേക്ക് പോയി. ഈ OTT പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവെസ്റ്റ്മെൻ്റായിട്ട് 5 ലക്ഷം രൂപയുടെ ബോണ്ടുകൾ ഇറക്കിക്കൊണ്ടാണ് പണം സ്വരൂപിക്കുന്നത്. ഈ 5 ലക്ഷം രൂപയുടെ ബോണ്ടുകൾ ഇറക്കാനുള്ള അനുമതി ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അത് പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ബോണ്ടുകൾ സാധാരണ ഒരു പേപ്പറിൽ എഴുതി തയ്യാറാക്കി കൊടുത്തതുപോലെയൊക്കെയാണ് ബോണ്ടുകൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നാളെ ഇത് വാങ്ങിയിരിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ മേലെ എത്രത്തോളം അവകാശമാണുള്ളത്, ഒരു GST ബില്ല് പോലെ ഒരു ബില്ല് എഴുതി കൊടുക്കുകയൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മേലെ എത്രത്തോളം അധികാരമുണ്ട് പണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് എന്ന് യാതൊരു ഉറപ്പുമില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് എന്നല്ല ഇവർ പറയുന്നത്, അതൊരു പർച്ചേസ്. നമ്മൾ അവിടെ നിന്നൊരു സംഭവം പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ കമ്പനി നിർത്തിപ്പോയാൽ ആ പർച്ചേസ് ചെയ്തയാളെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാവുന്നതിൻ്റെ ഒരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറത്തേക്ക് പർച്ചേസ് ചെയ്ത ആൾക്കാർക്ക് എവിടെയും പോകാൻ വേണ്ടി കഴിയില്ല. മറ്റൊന്ന്, ഇവരുടെ ക്രിപ്റ്റോ കറൻസിയുടെ ചുവട് പിടിച്ചുകൊണ്ട് HR കോയിൻസ് എന്നുള്ള രീതിയിലൊരു സംഭവം ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ എവിടെ പോയി ചെന്ന് അവസാനിക്കുമെന്ന് കണ്ടറിയേണ്ടുന്ന ഒരു കാര്യം മാത്രമാണ്. കാരണം ക്രിപ്റ്റോ കറൻസിയുടെ അവസ്ഥ തന്നെ നമുക്കിപ്പോൾ അറിയാം. അപ്പോൾ അതിനിടയിലേക്ക് ഇവർ HR കോയിൻസ് എന്നുള്ള രീതിയിൽ ഒരു സംഭവം ഇറക്കി കുറേ ആൾക്കാർ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പോൾ GST വകുപ്പ് കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഇവർക്ക് 10,000 രൂപയുടെ ഒരു ഡിജിറ്റൽ ID ഉണ്ട്. നമുക്ക് ആർക്ക് വേണമെങ്കിലും 10,000 രൂപയുടെ ഡിജിറ്റൽ ID നമുക്ക് ഹൈറിച്ചിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം. ഒരു പ്രീ പർച്ചേസ് കൂപ്പൺ എന്നുള്ള രീതിയിൽ ഒരു കൂപ്പണാണ് നമുക്ക് ഇവർ നൽകുക. 10,000 രൂപ ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. അങ്ങനെ 10,000 മുതൽ 50 ലക്ഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട് എന്നാണ് അറിവ്. 10,000 രൂപയുടെ ഡിജിറ്റൽ ID നമ്മൾ ആരും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കമ്പനി എല്ലാ ഞായറാഴ്ചകളിലും 100 രൂപ മുതൽ 150 രൂപ വരെ, ഏകദേശം 1% മുതൽ 1.5% വരെ എല്ലാ ആഴ്ചയിലും ഇതിന് പേ ഔട്ട് നൽകും. എന്ന് വെച്ചാൽ ഒരു മാസം 5%, 6%, 5%, 6%. അപ്പോൾ അങ്ങനെ ഒരു വർഷം കൊണ്ട് ഏകദേശം 50%, അതായത് 10,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ 5,000 മുതൽ 6,000 രൂപ വരെ നമുക്ക് കമ്പനിയുടെ പാർട്ട്ണർഷിപ്പ് ഇൻകം എന്നുള്ള രീതിയിൽ അവർ നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ നമുക്ക് ഈ ID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് താഴെയുള്ള ആൾക്കാരെ, നമുക്ക് എത്ര പേരെ വേണമെങ്കിലും നമുക്കിതിൽ സാധാരണ മണി ചെയിൻ മാതൃകയിൽ നമുക്കിതിലേക്ക് ആൾക്കാരെ ചേർക്കാം. ഓരോ ആളെയും നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 1000 രൂപയും പിന്നെ ബെനഫിഷ്യൽ ഇൻകമായിട്ട് വീണ്ടും അങ്ങനെ ഒരുപാട് താഴേക്ക് ലക്സുകളായി മണി ചെയിൻ മാതൃകയിൽ തന്നെ ഈ ഡിജിറ്റൽ ID വർക്ക് ചെയ്യുന്നു. അപ്പോൾ വളരെയേറെ സൂക്ഷിച്ചുകൊണ്ട് ഇടപെടേണ്ടുന്ന ഒരു കാര്യമായിട്ടാണ് ഈ ഡിജിറ്റൽ IDയെ നമ്മൾ കാണേണ്ടത്. GST വകുപ്പ് പറയുന്നത് ഈ പ്രീ പർച്ചേസ് കൂപ്പൺ കൂടെ നിങ്ങളുടെ സെയിലിൻ്റെ കൂടെ കാണിക്കണം. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് 750 കോടി രൂപയുടെ സെയിൽ കുറച്ചാണ് GSTയിൽ കാണിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള 150 കോടിയോളം രൂപ ആണ് GST അടക്കാൻ വേണ്ടി GST വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവർ വളരെ സൂക്ഷിച്ചാണ് ഇവിടെയൊക്കെ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഒരേ സമയം മണി ചെയിനിലേക്ക് പോകരുത്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഉണ്ടാവണം. ഇവരതിന് പറയുന്ന ഒരു പേരുണ്ട്, മൾട്ടി ലെവൽ മർക്കൻറ്റൈൽ പോയിന്റ് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ വളരെ സൂക്ഷിച്ചാണ് പോയതെങ്കിലും ഇതിനിടയിൽ കൃത്യമായ ഒരു മണി ചെയിൻ മാതൃക ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ അത് ഒരു ഇല്ലീഗലായിട്ടുള്ള പ്രവർത്തനമാണ്. ഇതിൻ്റെ പുറകിലേക്ക് EDയും അതുപോലെ മറ്റ് വകുപ്പുകളൊക്കെ വരാൻ പോകുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതിൻ്റെ പുറകിലുള്ള ഒരുപാട് നേതാക്കന്മാർ, അവരുടെയൊക്കെ ട്രാക്ക് റെക്കോർഡുകൾ കൂടെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. നല്ല ഒരു സ്ഥാപനമായി വന്നു, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു, ഒരുപാട് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം
സാധാരണ നമ്മുടെ കേരളത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ വരുന്ന മണി ചെയിൻ പ്രവർത്തനത്തിൻ്റെ ഒരു മേഖലയിലേക്ക് ഹൈറിച്ച് കൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. സാധാരണ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ, ക്രൗഡ് ഫണ്ടിങ് പ്രവർത്തനത്തിലൊക്കെ ആൾക്കാർ ഇടപെടുന്നത് ഇതൊരു ബൈനറി സിസ്റ്റമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. നമ്മൾ വെറുതെ ഇരുന്നാൽ നമുക്ക് പണം ഉണ്ടാക്കാൻ കഴിയില്ല. നമ്മളവിടെ പണം ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമൊന്നും നമുക്ക് പണം ഉണ്ടാക്കാൻ കഴിയില്ല. താഴേക്കുള്ള നെറ്റ്വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ നെറ്റ്വർക്ക് എല്ലാവരും പ്രവർത്തിക്കണം. എന്നാൽ മാത്രമേ ലീഡേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പണം സ്വരൂപിക്കാൻ സാധിക്കൂ എന്നാണ് നെറ്റ്വർക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ പലരും ഈ പറഞ്ഞ ബൈനറി ആണോ ഇതെന്ന് അറിയാതെ പോലും ഇതിലേക്ക് വന്നു വരുന്നവരുമുണ്ട്. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ലീഡർമാർ വലിയ വണ്ടി ഇറക്കുന്നു, പുതിയ നേതാക്കന്മാരുടെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലേക്ക് വരുന്നു. ഞാൻ ജീവിക്കുന്നത് ഹൈറിച്ച് കൊണ്ടാണ്, സാധാരണക്കാരുടെ പ്രതീക്ഷയാണ് ഹൈറിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോകൾ ഇപ്പോൾ ഒരു കുറച്ച് ദിവസങ്ങളിലായിട്ട് നേതാക്കന്മാർ പറഞ്ഞിട്ട്, ലീഡർമാർ പറഞ്ഞിട്ട് സാധാരണക്കാരായ ജനങ്ങൾ പോലും യൂട്യൂബിലേക്ക് ഇടുന്നുണ്ട്, അല്ലെങ്കിൽ നവമാധ്യമങ്ങളിലേക്ക് ഇടുന്നുണ്ട്.